ഗൈസ് വെൽക്കം ബാക്ക് എവരിവൺ. അപ്പോൾ ഇന്നത്തേത് ഒരു കുട്ടി അൺബോക്സിംഗ് ആണ്. എവി ഇവിടെ എന്തെന്ന് അറിയാതെ കുറെ നേരം കൊണ്ട് എന്താ അത് പൊട്ടിക്കട്ടെ ചോദിക്കുമ്പോഴൊക്കെ പറയും വേണ്ട പൊട്ടിക്കട്ടെ ഒരു വീഡിയോ ആയിട്ട് എടുക്കാം, അപ്പോൾ എവിക്കും കാണാം ഇതെന്താ സംഭവം എന്ന്. അപ്പൊ നമ്മൾ ഇത് അൺബോക്സ് ചെയ്ത് ഇത് ചെക്ക് ചെയ്യുന്ന വീഡിയോയും ഈ വീഡിയോയിൽ തന്നെ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. മോട്ടോ അൺബോക്സ് ചെയ്ത് എനിക്ക് സാധനം അറിയാലോ എന്താണെന്ന്. എനിക്ക് അൺബോക്സ് ചെയ്തൊന്നും വേണ്ട, നിങ്ങൾക്ക് അത്രയും കൊടുത്തപ്പോൾ എവിചേട്ടൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സാധനമാണ്. ലാർക്ക് M2S. ലാർക്ക് M2S എന്താണെന്ന് അറിയണമെങ്കിൽ അത് ആദ്യം തിരിച്ചു നോക്കണം. Oh, it's a mic. Yes, it is a Yes. mic. ഹോളി ലാൻഡിന്റെ ലാർക്ക് M2S ആണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് മൈക്ക് വെച്ച് നമ്മുടെ വീഡിയോസ് ഇനി എങ്ങനെ കേൾക്കാൻ പറ്റും എന്ന് നമുക്കറിയാം. സോ ഇതാണ് ആ ഒരു Let me open this. കണ്ടു, ഇനിയിപ്പോ ആകാംക്ഷയായി. ഇത്രയും നേരം എന്താണെന്ന് അറിയാത്തതുകൊണ്ടുള്ളൊരു ഇതായിരുന്നു. അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു മിനി കോംബോ സെറ്റാണ്. ഇതിൽ നമ്മൾക്ക് ഫോണിലുള്ള റിസീവറും ഉണ്ടാവും, ക്യാമറയിൽ കണക്ട് ചെയ്യുമ്പോഴുള്ള റിസീവറും ഉണ്ടാവും. കാരണം ഞാൻ വിചാരിച്ചു നമ്മൾക്ക് Insta360 ഉള്ളതുകൊണ്ട് അതിൽ വീഡിയോ എടുക്കുകയാണെങ്കിൽ അതിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് വാങ്ങിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ചെയ്തോ അൺബോക്സ് ചെയ്തോ. വെയിറ്റ്, ഞാൻ ഇങ്ങനെ വെച്ച് കാണിക്കാം. ഓ മൈ ഗോഡ്, തുറക്കാൻ പറ്റുന്നില്ല. നിങ്ങ ഞാൻ തുറന്നു തരാം. അങ്ങനെയൊന്നും അല്ല തുറക്കുന്നത്. എനിക്കറിയാം ഇവിടെ. ഓ മൈ ഗോഡ്, ഒരു മിനിറ്റ് ഗൈസ്, എന്റെ ക്യാമറ എവിടേക്കോ പോയി. യെസ് തുറന്നോ? എന്തോ ഒരു കാർഡാണ്, നമുക്ക് നോക്കാം. ഇതാണ് സാധനം. ഇതൊരു ഗൈഡും അതിന്റെ യൂസർ മാനുവലും ആണ് ഉള്ളത് ഈ ബോക്സിനകത്ത്. പിന്നെ ഉള്ളത് ഹോളി ലാൻഡ് എന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു മൈക്ക് ബോക്സ് ആണ്. ഇനി നമ്മുടെ വോയിസ് അല്ല, നിങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കേൾക്കാം. കേൾക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ നമുക്ക് ഇനി ഞങ്ങള് പോയി ഈ മൈക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കട്ടെ. ഇതാണ് ഫോണിൽ വരുന്ന റിസീവർ. പിന്നെ ഇത് രണ്ടും കുഞ്ഞു രണ്ട് മൈക്ക്. പിന്നെ ഇത് ക്യാമറയിൽ വരുന്ന റിസീവർ ആണ്. ലൈക്ക് ആക്ച്വലി നമുക്ക് ഇതിന്റെ ആവശ്യമില്ല, ഫോണിൽ വരുന്ന റിസീവർ മാത്രം നമുക്ക് മതി. അല്ല, നമ്മള് അതാ ഞാൻ പറഞ്ഞ Insta360 നമ്മള് വെറുതെ ആ സാധനം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ഇനി അതില് വീഡിയോ എടുക്കുമ്പോ എന്നെ ട്രോള വെളിയിൽ ഒരു തെണ്ടിന്റെ ആവശ്യമില്ല, ഞാൻ സ്വന്തമായിട്ട് എന്നെ ട്രോൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിലിപ്പോ വീഡിയോസ് എടുക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 17 Pro Max വാങ്ങിച്ചതിന് ശേഷം അതിലോട്ട് വീഡിയോ എടുക്കല് ഭയങ്കര കുറവാണ്. അപ്പൊ വി തോട്ട് ആക്ച്വലി നമുക്ക് ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് കുറെ തവണ പറയുന്നുണ്ട്, നമുക്ക് നമ്മുടെ വോയിസ് ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് നോയിസും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇല്ല, നമ്മൾ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നാറുണ്ടെങ്കിലും ഇത് പ്രാവർത്തികമാക്കാൻ ആരെങ്കിലും ഒരാൾ ഇറങ്ങി തിരിഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പൊ എന്റെ വീട്ടിൽ ആ വ്യക്തി എന്തിനെങ്കിലും ഇറങ്ങി തിരിയുന്നത് ഞാനായതുകൊണ്ട് ഞാനത് കൈയോടെ വാങ്ങിച്ചു. അപ്പൊ എബിയോട്, എന്റെ കുടുംബത്തിലെ ഷോപ്പിംഗ് ഫ്രീക്ക് ആണ് പാറു. അതെ, എബിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത് ഓർഡർ ചെയ്തത്. അതുകൊണ്ട് ഇത് വന്നപ്പോ തൊട്ട് എന്നോട് ചോദിക്കുന്നുണ്ട് എന്താ ഈ സാധനം, എന്താ ആമസോണിൽ ഓർഡർ ചെയ്തത്. എബിയുടെ ഇത് വന്നില്ലേ, മറ്റേ വാച്ചിന്റെ ഗ്ലാസ്, അതും കൂടി വരാനുണ്ട്. അതും ഷിഫ്റ്റ് ആന്ന് പറഞ്ഞ് കാണിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു അതിനകത്ത് രണ്ടും ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇത് കണക്ട് ചെയ്തിട്ട് ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ വീഡിയോ കേൾക്കാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. We are here for you. Yes, we are here for you. Okay, അപ്പൊ ഞാനിത് കണക്ട് ചെയ്തിട്ട് വരാം. Okay, നമുക്ക് കണക്ട് ചെയ്തിട്ട് വരാം. ബൈ. So hi, നമ്മൾ തിരിച്ചു വന്നു. നമ്മൾ അങ്ങനെ മൈക്ക് എല്ലാം കണക്ട് ചെയ്തു. ഇത് ആക്ച്വലി ഭയങ്കര സൂപ്പർ സിമ്പിൾ ആ കേട്ടോ കണക്ട് ചെയ്യുന്നത്. നമ്മൾ അതിന്റെ ബാക്കിലുള്ള ആ ഒരു എന്തോ പറയുന്നത് USB-C ടൈപ്പ് റിസീവർ കണക്ട് ചെയ്തിട്ട് ട്രാൻസ്മിറ്റർ രണ്ട് ഊരമ്പം തന്നെ രണ്ട് ട്രാൻസ്മിറ്ററും കണക്ട് ചെയ്യുന്നത് കാണിച്ചു. അല്ല, ഇത് അതെ, പക്ഷെ നമ്മള് കണക്ട് ചെയ്തു കാണിക്കാൻ നമുക്ക് ഇതിനൊരു ആപ്പ് വേണം. ആപ്പിൻ്റെത് നമുക്ക് ഇങ്ങനെ ഇതിൽ തന്നെ സ്കാൻ ചെയ്ത് നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോ കേൾക്കുന്നത് ഞങ്ങൾ മൈക്കില് അപ്പം ലൈക്ക് ഒരു 30 സെക്കൻഡ്സ് മുന്നേ ഉള്ള വീഡിയോയിൽ നിങ്ങൾക്ക് നമുക്ക് ഫോണിൽ കൂടെ കേൾക്കുന്നത് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. അതെ, അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെ ഉണ്ടാവും ഈവൻ ഞങ്ങൾക്ക് അറിയത്തില്ല. കാരണം ഞങ്ങൾ ഇവിടെ നോർമലി സംസാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ വീഡിയോ ഇനി പോസ് ചെയ്തിട്ട് കേട്ട് നോക്കുമ്പോഴേ ഈവൻ ഞങ്ങൾക്കും ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. എത്ര ക്ലാരിറ്റി ഉണ്ട്, എങ്ങനെയായിരിക്കും കേൾക്കുന്നത്, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ ഉണ്ടോ. അതെ, അപ്പൊ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യൂ, ഇതിൽ എന്തെങ്കിലും ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള. ഒബ്വിയസ്ലി പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നിങ്ങൾ കൂടി പറയൂ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംഭവം. അപ്പൊ ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഈ ഹോളി ലാൻഡ് ലാർക്ക് M2S എന്ന് പറയുന്ന ഒരു എഡിഷൻ ആണ് ഹോളി ലാൻഡിന്റെ. ഇത് എന്താ വാങ്ങാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ കുറെ റിവ്യൂസ് ഒക്കെ നോക്കി ഇരുന്ന് കണ്ടിട്ട് വാങ്ങിച്ചൊരു. എനിക്ക് ആക്ച്വലി ഫുള്ളി സർപ്രൈസ്ഡ് ആയത്. ഞാനിത് പ്രതീക്ഷിച്ച പോലും ഇല്ല. അവൾ ഓർഡർ ചെയ്ത കാര്യം പോലും എന്നോട് പറഞ്ഞില്ല.
ഡോർ തുറന്നു നോക്കിയപ്പോഴത്തേക്കും ഞാൻ അങ്ങനെ ഷോപ്പ് ചെയ്യുന്ന സാധനങ്ങൾ എന്താണെന്ന് ഞാൻ പറയാറില്ല. ഡോർ തുറന്ന് കാണുമ്പോൾ മാത്രമേ മിക്കപ്പോഴും അറിയാറുള്ളൂ. അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് തോന്നുന്നു. ഇൻസ്റ്റാ 360യും എല്ലാ സാധനങ്ങളും അങ്ങനെയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഈ വീട്ടിൽ. അപ്പോൾ യെസ്, സോ ഇതാണ് നമ്മുടെ മൈക്ക് വാങ്ങിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്. പിന്നെ ഇതിൽ കൂടുതലൊന്നുമില്ല, ഈ ബോക്സിൽ അങ്ങനെ പ്രത്യേകിച്ച് കൂടുതലൊന്നുമില്ല. 2 റിസീവർ, 2 ട്രാൻസ്മിറ്റർ. അയ്യോ അല്ല, വേറെ ഒരെണ്ണം ഉണ്ടാവണമല്ലോ, മറ്റേ വിൻഷീൽഡ് ഇത് ചെയ്യുന്ന സാധനം. അതില്ലേ വിൻഷീൽഡ് ചെയ്യുന്ന സാധനം? ഒരു പഞ്ഞി പോലത്തെ സാധനം. ഇതിന്റെ അടിയിൽ ഇനിയൊന്നും ഇല്ല. ഉണ്ട്. അതാ ഞാൻ നോക്കിയത്. അയ്യോ, ഇതിന്റെ അടിയിൽ ഇത് മറ്റേ ബി നിലവറ പോലെയാ. ഞാൻ ഇത്ര കണ്ടപ്പോ ഇത്ര സാധനമേ ഉള്ളൂ, ഇതിന്റെ ഒന്നുമില്ല. കാരണം ഐഫോണിലൊക്കെ അങ്ങനെയാണല്ലോ. ഇത് പറ്റിപ്പീര. ഇതിന്റെ അകത്തൊരു പെട്ടിയുണ്ട്. യെസ്, കാരണം നമ്മൾ വെളിയിലാണെങ്കിൽ നോയിസ് ക്യാൻസലേഷന് വേണ്ടി അതിന്റെ ഒരു വിൻഡ് സ്ക്രീൻ പോലത്തെ ഒരു സംഭവം കൂടിയുണ്ട്. ഇതിനൊരു പൗച്ച് ഉണ്ട് അവർ തന്നിട്ടുള്ളത്. പ്രീമിയം പൗച്ചാ കേട്ടോ. അതെ, നമ്മൾ ഇനിയിപ്പോ എന്തായാലും നമ്മളൊരു ട്രിപ്പ് വരുന്നുണ്ട് അടുത്ത് തന്നെ. നിങ്ങൾ അത് കാണും, അതിന്റെ പാക്കിങ്ങും. So this is the charging cable for our mic. യെസ്, നിങ്ങൾ അത് കാണും. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ആ ട്രിപ്പിന് പോകുമ്പോൾ നമ്മൾ പുറത്തായിരിക്കും മിക്കപ്പോഴും. And like these are the two. ഞാൻ സംസാരിച്ചു തീരട്ടെ. Okay. യെസ്, അപ്പോൾ നമ്മൾ അതെല്ലാം ആ ഒരു സംഭവം ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു മൈക്ക് കൂടി വാങ്ങിച്ചിട്ട് അങ്ങനെ ഒരു നല്ല രീതിക്ക് പോകും. എന്തായാലും നമ്മൾ വീഡിയോ എടുക്കും. അപ്പോൾ ആ ഓഡിയോ ക്വാളിറ്റി കൂടി നന്നായിട്ട് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. യെസ്, ഈ സാധനമാണ് ഞാൻ ചോദിച്ചത്. ഇതില്ലേ എന്ന്. ഇതുണ്ട്. പിന്നെ വേറൊരു സാധനം ഇതുണ്ട്. അത് നമുക്ക് ക്യാമറയുടെ ഇതിൽ കുത്തി അതിന്റെ ട്രാൻസ്മിറ്ററിൽ ഭാഗ്യം പെട്ടി കളയാത്തത്. പെട്ടി കൊണ്ട് കളഞ്ഞാലോ എന്ന് ആലോചിച്ചായിരുന്നു ഇപ്പോ. ഞാൻ അങ്ങനെ ഒരു പെട്ടികളും കളയാറില്ല. എൻ്റെ കയ്യിൽ എല്ലാ പെട്ടികളും ഉണ്ട്, ഞാൻ ആദ്യം വാങ്ങിച്ച ഫോണിന്റെ പെട്ടി ഉൾപ്പെടെ. യെസ്, സോ അപ്പോൾ ഇത്രയാണ് സംഭവം ഉള്ളത്. ഇതുകൂടി വെച്ച് നോക്കണോ എങ്ങനെയായിരിക്കും? അപ്പം ഞങ്ങൾ ഇതുകൂടി വെച്ചിട്ട് വരാം കേട്ടോ. യെസ്, സോ ആ വിൻഷീൽഡ് കൂടി വെക്കുമ്പോഴുള്ളത് ഇങ്ങനെയാണ്. വെളിയിൽ ആക്ച്വലി നല്ല വിൻഡ് ഉണ്ട്, നമുക്ക് വെളിയിൽ പോയി എടുത്ത് നോക്കിയാലോ. പക്ഷെ നല്ല തണുപ്പുണ്ട്. ഓക്കെ, വിൽ ട്രൈ. അപ്പോൾ ഞങ്ങൾ പുറത്തു പോയിട്ട് ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമുക്ക്. ഇതിപ്പോ മൈക്ക് ഇല്ലാണ്ടാണെങ്കിൽ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കേൾക്കുന്നത്, ഇതിന്റെ ഓഡിയോ ക്വാളിറ്റി വരുന്നത് പുറത്തിറങ്ങി സംസാരിക്കുമ്പോൾ. മൈക്ക് ഉള്ളപ്പോൾ ഇനി എങ്ങനെയാന്ന് കാണിച്ചു തരാവേ. സ്ലിപ്പറിയാ, ഹാർഡ് ഐസ് ആയിരിക്കോ? ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പോ വെളിയിലാണ് നിൽക്കുന്നത്. What's the wind speed for today? Okay, so the wind speed is 35 km/h. അതാണ് wind blow ആയിക്കൊണ്ടിരിക്കുന്നത്. Yes, ഇവിടെ നല്ല കാറ്റുണ്ട് ഇപ്പോഴും. അപ്പോ നല്ല കാറ്റുള്ളപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെയാണ് എന്താ കേൾക്കാൻ പറ്റുന്നത്. പുറത്തോട്ട് ഇറങ്ങണോ ഞാൻ ഒന്നുകൂടി കേൾക്കണമെങ്കിൽ? ഓക്കെ, അപ്പോ ഇങ്ങനെയാണ്. നല്ല മഞ്ഞുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ അവസ്ഥ. എവിടെ ഇറങ്ങിയാലും മഞ്ഞും സ്ലിപ്പറിയും മാത്രം. ഒരുപാട് മഞ്ഞ് ഇതാക്കാൻ പറ്റാത്തതുകൊണ്ട്, തണുപ്പ് ഇതാക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അകത്ത് കയറി. സോ നിങ്ങൾ പറയൂ എന്തായാലും എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഈ സംഭവം എന്ന്. സോ നമ്മുടെ ഈ പുതിയ ഗാഡ്ജറ്റ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം. പിന്നെ ഈ ഫോണിന്റെ റിസീവറിനുള്ള വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ സൈഡിൽ തന്നെ വേറൊരു സി ടൈപ്പ് ഉണ്ട്, നമുക്ക് ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ ചാർജ് ചെയ്യാൻ വേണ്ടി. അതെവി കണ്ടില്ല, ഇതെവിടെ ഇരിക്കുന്നത്? ആ സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ചേക്കോ, അതൊന്നും അൺബോക്സ് ചെയ്തിട്ടില്ല. സോ ഇതാണ് നമ്മുടെ ടോട്ടൽ മൈക്ക് വാങ്ങിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദിസ് വീഡിയോ. നിങ്ങളും വീഡിയോസ് ഒക്കെ ചെയ്യുന്നവരാണ്, നിങ്ങൾക്ക് മൈക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡിഫറൻസ് ഇങ്ങനെയാണ് എന്ന് കൂടി കാണിക്കാനാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയി കൂടി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.